പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. സീത, ഇതാ പയ്യന്റെ നമ്പറാണെന്ന് തോന്നുന്നു. വിശ്വൻ പറഞ്ഞു. വിശ്വട്ടാ, വെറുതെ സംസാരിച്ച് സമയം കളയാതെ ഫോൺ എടുത്തേ, കട്ടായി പോയാലോ? സീത പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, സോറി അങ്കിൾ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. ധ്രുവി ക്ഷമാപണം നടത്തി. അയ്യോ മോനെ, അത് സാരമില്ല. ആശുപത്രി കേസല്ലേ, എന്തെങ്കിലും തിരക്കുകളിലായിരിക്കും തോന്നി. അതാ കൂടുതൽ വിളിച്ച് ശല്യം ചെയ്യാതിരുന്നത്. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് മോനെ? അതറിയാനാണ് ഞാൻ വിളിച്ചത്. വിശ്വൻ ധ്രുവിയോട് പറഞ്ഞു. ഭേദമുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആയിക്കും. പിന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു ഹെൽപ്പാണ് അങ്കിൾ എനിക്ക് ചെയ്തത്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ധ്രുവിയുടെ വാക്കുകൾ വിശ്വനാഥിന്റെ മാത്രമല്ല, കേട്ടുനിന്ന ഭാര്യയുടെ മനസ്സ് നിറച്ചു. അവർ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇറ്റ്സ് ഓക്കെ മോനെ, ഇതൊക്കെ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ കടമകളല്ലേ? വിശ്വൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ശരി അങ്കിൾ, ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. അമ്മയെ എന്റെ കസിനെ ഏൽപ്പിച്ചിട്ടേ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുക. ധ്രുവി വിശ്വനോട് പറഞ്ഞു. ഓക്കെ മോനെ, എങ്കിൽ പോയി വരൂ. ബൈ. ഓക്കെ അങ്കിൾ. കോൾ കട്ടാക്കിയ ശേഷം ധ്രുവി വേഗത്തിൽ ഗായത്രിയുടെ മുറിയിലേക്ക് അവരുടെ ഡ്രസ്സും മറ്റും എടുക്കാനായി പോയി. നല്ല കുട്ടിയാണെന്ന് തോന്നുമല്ലേ? എന്തായാലും ആ സ്ത്രീക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവകടാക്ഷം. സമാധാനത്തോടെ സീത പറയുന്നത് കേട്ട് വിശ്വനാഥൻ ഒന്ന് പുഞ്ചിരിച്ചു. ഗാദു അക്കുവുമായി സംസാരിച്ച ശേഷം താഴേക്ക് വന്ന ആദു കാണുന്നത് പ്രസന്ന വദനത്തോടെ നിൽക്കുന്ന അമ്മയും അച്ഛനെയുമാണ്. നേരത്തെ കാറ് മൂടിക്കെട്ടിയ വാനം പോലായിരുന്നു അമ്മയുടെ മുഖം. ഞാനൊന്ന് മുകളിൽ പോയിട്ട് വന്ന് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ ഇപ്പൊ എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? മിസ്റ്റർ ആൻഡ് മിസ്സസ് വിശ്വനാഥിന്റെ മുഖം പൂനിലാ ഉദിച്ചതുപോലെ തിളങ്ങുന്നുണ്ടല്ലോ. ഏണിന് കൈയും കൊടുത്ത് രണ്ടുപേരുടെയും മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ പറയുന്ന ആദുവിനെ കണ്ട് വിശ്വനാഥൻ ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛനെ ആ കുട്ടി വിളിച്ചു മോളെ, ഇപ്പോ അവർക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ആകുമായിരിക്കും എന്ന് പറഞ്ഞു. സീത സന്തോഷത്തോടെ പറയുകയാണ്. അതിനിപ്പോ ഇത്ര എക്സൈറ്റഡ് ആകാൻ എന്തിരിക്കുന്നു? ആ ജാടക്കാരൻ തിരികെ വിളിച്ചതിനാണോ ഇത്ര സന്തോഷം? കുട്ടി എത്ര കുട്ടി? കുട്ടിയല്ല, പട്ടിക്കുട്ടി. ആദു ഒരു കളിയാക്കും പോലെ പറഞ്ഞു. നീ ഇപ്പൊ അത് മാത്രമേ കേട്ടുള്ളൂ. എന്തൊക്കെയാ അതു നീ പറയണത്? ഇങ്ങനെയാ സംസാരിക്കണത്? അങ്ങനെയാണോ ഞങ്ങൾ നിന്നെ പഠിപ്പിച്ചേക്കുന്നത്? കേട്ടില്ലേ വിശ്വേട്ടാ? ആ എമ്മെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ സന്തോഷം എനിക്ക്. നമ്മൾക്കൊരു ജീവൻ രക്ഷിക്കാൻ നിമിത്തമായില്ലേ, അതാണ് എന്റെ സന്തോഷം. അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അത് ഒരു നല്ല കുട്ടി തന്നെയാ, നല്ല പെരുമാറ്റവും. സീത ആദ്യം പരിഭവത്തോടെയും പിന്നീട് സന്തോഷത്തോടെയും പറഞ്ഞു. പക്ഷെ അതങ്ങോട്ട് ആദൂന് അത്ര പിടിച്ചില്ല. ഓ പിന്നെ, ഇത്ര നേരായിട്ട് ഒന്ന് വിളിച്ച് കാര്യം പറയാതിരുന്ന അയാളാ ഇപ്പൊ നല്ല കുട്ടി. ആദു അമ്മയെ നോക്കി കൊഞ്ഞനും കുത്തി പറഞ്ഞു. ഇവളീ പറയണൊന്നും കേൾക്കുന്നില്ല വിശ്വേട്ടാ. ആശുപത്രി നിൽക്കുമ്പോ അതിനനുസരിച്ച് തിരക്കുണ്ടാകും. അപ്പൊ പിന്നെ നമ്മളെ വിളിക്കാനാണോ അവർക്ക് അത്യാവശ്യം? അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ ആൾക്കാരെ കുറ്റം പറയാവൂ. സീത ധ്രുവിയെ ന്യായീകരിച്ചു പറഞ്ഞു. ആയിക്കോട്ടെ എന്റെ നന്മമരങ്ങളെ, അതൊക്കെ വിട്ടേക്ക്. ഇപ്പൊ ഈ ഉള്ളവൾക്ക് പൂജിക്കാൻ എന്തെങ്കിലും തന്നാലും. വിശന്നിട്ട് വയ്യേ. വയറ് തടവി ആദു പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് സീത ഭക്ഷണം എടുക്കാനായി അകത്തേക്ക് പോയി. കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. വിശൻ അവളുടെ ചെവിക്ക് പിടിക്കാൻ ഭാവിച്ചു. കൂടൂലോ, വളർത്തു ദോഷം. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് താഴത്തും തലയത്തും വെക്കാതെ കൊഞ്ചിച്ചു വളർത്തിയതില്ല. പിള്ളേര് പിന്നെ വഷളാകാണ്ടിരിക്കോ കാരണവരെ? കുസൃതിയോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ട് വിശ്വനാഥൻ ചിരിച്ചുപോയി. ഗായത്രിക്ക് മാറാനുള്ള വസ്ത്രങ്ങൾ കൂടാതെ 3 പേർക്കും രാത്രിയിൽ കഴിക്കാനുള്ള ഭക്ഷണവും വാങ്ങിയാണ് ധ്രുവി ആശുപത്രിയിലേക്ക് വന്നത്. അശ്വിനും ഗായത്രിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ തട്ട് കേട്ടത്. ധ്രുവിയോ അല്ലെങ്കിൽ സിസ്റ്റർമാരോ ആകൂന്ന് അവർക്കറിയായിരുന്നു. അശ്വിൻ ഡോർ തുറന്നപ്പോ ധ്രുവി അവന് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറി. അവരെ ശ്രദ്ധിച്ചിരുന്ന ഗായത്രിയുടെ മുഖം മ്ലാനമായി. അത് മനസ്സിലാക്കിയ അശ്വിൻ ഗായത്രിയെ നോക്കി ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ കണ്ണു ചെമ്മി. ധ്രുവിയുടെ ചുവന്നു ഓങ്ങി വീങ്ങിയിരിക്കുന്ന അത്ര തെളിച്ചമില്ലാത്ത മുഖം അപ്പോഴാണ് ഗായത്രി ശ്രദ്ധിച്ചത്. അതവരിൽ ഭയം സൃഷ്ടിച്ചു. ടെൻഷൻ അടിച്ചതുകൊണ്ടാകണം ഗായത്രിയുടെ BP ലെവല് പിന്നെയും വേരി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് 1 ദിവസം കൂടി കഴിഞ്ഞു നൽകാമെന്ന് ഡോക്ടർ ധ്രുവിയോട് പറഞ്ഞു.
ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്റെ ഒരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ടായതിനാൽ ധ്രുവിക്ക് അന്ന് ലീവ് എടുക്കാൻ കഴിഞ്ഞില്ല. സെമിനാർ നടക്കുന്നതുകൊണ്ട് ഹാഫ് ഡേ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അക്കുവും ഗാതുവും ആദുവും മുത്തശ്ശിമരത്തിന്റെ ചോട്ടിൽ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ധ്രുവി സെമിനാർ തിരക്കിലായതുകൊണ്ട് അവന്റെ പീരീഡ് അവർക്ക് ഒഴിവായിരുന്നു. ആ ഒരു സമാധാനവും സന്തോഷവും മൂന്നാൾക്കും നല്ലതുപോലെ ഉണ്ട്. കൂട്ടത്തിൽ ഇന്നലെ ഹോസ്പിറ്റലിലാക്കിയ സ്ത്രീയുടെ മകൻ വിളിച്ച കാര്യം ആദു ഇരുവരോടുമായി പറഞ്ഞു. ഡി, എനിക്കൊന്ന് അവരെ കണ്ടാ കൊള്ളാന്നുണ്ട്. ഉച്ചയ്ക്ക് ലീവല്ലേ, നമുക്ക് ഹോസ്പിറ്റലൊന്ന് പോയാലോ? നിങ്ങൾ കൂടി വരാമോ? ആദു രണ്ടുപേരോടുമായി ചോദിച്ചു. വൈ നോട്ട്? ഞങ്ങൾ എപ്പോഴേ റെഡി. വീട്ടിൽ പോയി ഇനി ബോറടിച്ചിരിക്കണമല്ലോ എന്ന് ഓർത്തിരുന്നതാ. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലും കയറി കടയിൽ നിന്നൊരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാം. ഞങ്ങള് വീട്ടിൽ വിളിച്ചു പറഞ്ഞോളാം, അക്കു സന്തോഷത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിനും ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ വലിയ ഇഷ്ടാ. അങ്ങനെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ ശേഷം 3 പേരും 2 സ്കൂട്ടികളിലായി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലെത്തി പാർക്കിംഗ് സെക്ഷനിലായി സ്കൂട്ടി പാർക്ക് ചെയ്തു. നീ നിനക്ക് റൂം നമ്പർ അറിയോ അവരുടെ? അവരുടെ ഡിസ്ചാർജായി പോയോടി? അപ്പോഴാണ് അത് ചിന്തിക്കാനുള്ള ബോധം 3നും ഉണ്ടാകുന്നത്. നമുക്കൂടെ റിസപ്ഷനിൽ അന്വേഷിക്കാം. അപ്പൊ അറിയാലോ, ഗായത്രി എന്നാണ് അച്ഛൻ പേര് പറഞ്ഞത്. റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ഡിസ്ചാർജ് ആയില്ല എന്ന് മനസ്സിലായി. റൂം നമ്പർ അന്വേഷിച്ച് അവരവിടേക്ക് നടന്നു. ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് ഫോണിൽ ഓളിയിട്ടിരുന്ന അശ്വിൻ തല ഉയർത്തി നോക്കിയത്. ചെറുമയക്കത്തിലായിരുന്ന ഗായത്രി ഉണർന്നു. ഗായത്രി ഒന്ന് നോക്കിക്കൊണ്ട് അശ്വിൻ വന്നിട്ട് കതക് തുറന്നു. തൊട്ടു മുന്നിൽ കണ്ട 3 അപരിചിതരായ പെൺകുട്ടികളെ കണ്ടപ്പോൾ അശ്വിൻ സംശയത്തോടെ നോക്കി. ഗായത്രിക്കും പെട്ടെന്ന് ആ കുട്ടികളെ മനസ്സിലായില്ല. ആദ്യം അവരെ നോക്കി പുഞ്ചിരിച്ചപ്പോ തിരിച്ചൊന്ന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാകില്ല അല്ലേ ആന്റിക്ക്? ഇല്ല മോളെ. ആന്റി അന്ന് അമ്പലത്തിന്റെ മുമ്പിൽ തലകറങ്ങി വീണപ്പോ ഞാനും എന്റെ അച്ഛയുമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇത് രണ്ടും എന്റെ ഫ്രണ്ട്സാണ്. അന്ന് എനിക്ക് കോളേജിലേക്ക് പോണായിരുന്നു. അതുകൊണ്ട് അച്ഛനായിരുന്നു നിന്നത് കേട്ടോ. ആദു പറയുമ്പോ ഗായത്രിയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവളത് പറഞ്ഞപ്പോ അച്ചുവിലെയും അപരിചിതത്വം മാഞ്ഞിരുന്നു. സോറി മോൾ, എനിക്ക് പിടികിട്ടിയില്ലായിരുന്നു കേട്ടോ. വാ മക്കളെ വന്നിരിക്കുക. ബൈസ്റ്റാൻഡർ ബെഡ് കാട്ടി അവർ പറയുമ്പോ ഒരു പുഞ്ചിരിയോടെ 3 പേരും ബെഡിലിരുന്നു. ഞാൻ സത്യം പറഞ്ഞ മോളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മോളുടെ അച്ഛനും നല്ലൊരു മനുഷ്യനാണ്. നിങ്ങളോട് രണ്ടാളോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഗായത്രി പറയുമ്പോ അവരുടെ മിഴികൾ നിറഞ്ഞു, വാക്കുകൾ തെല്ലൊന്നിടറി. ആദു പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചെന്ന് അവരുടെ കൈകളിൽ പിടിച്ചു. അങ്ങനെയൊന്നും കരുതണ്ട ആന്റി, നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇന്ന് ആന്റിയെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തെങ്കിൽ. ആദു പറയുമ്പോ ഗായത്രി അവളെ കൗതുകത്തോടെ നോക്കി. 20 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു പെൺകുട്ടി. അവൾ ഇത്ര മച്ചുവേർഡായിട്ട് ചിന്തിക്കുന്നു. ഗായത്രി അവളുടെ നെറുകയിൽ ഒന്ന് തലോടി. ആന്റി, ഡോക്ടർ എന്തു പറഞ്ഞു? ഡിസ്ചാർജ് എന്നത്തേക്കാ? അക്കു ചോദിച്ചു. അറിയില്ല മോളെ, ഡോക്ടർ വരുമ്പോഴേ അറിയാൻ കഴിയൂ, ഗായത്രി പറഞ്ഞു. അപ്പോഴേക്കും ഗാഥയ്ക്കൊരു കോൾ വന്നിരുന്നു. കുടുംബത്തിലൊരു മരണം, അത്യാവശ്യമായി വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇവിടെ നിൽക്കാണ്ട് ഗായത്രിയോടും അച്ഛനോടും യാത്ര പറഞ്ഞുകൊണ്ട് അവരിറങ്ങി. അവർ പോയപ്പോ ഗായത്രിക്കൊരു വിഷമം. പ്രിയപ്പെട്ട ആരോ അകന്നു പോയതുപോലെ ഒരു തോന്നൽ. അവരെ ശ്രദ്ധിച്ചിരുന്ന അച്ചു അത് മനസ്സിലാക്കി. എന്തുപറ്റി അപ്പച്ചിക്കൊരു വിഷമം? അവൻ കളിയായി ചോദിച്ചു. നല്ല കുട്ടിയല്ലേ അച്ചു അത്? ഒന്ന് സംസാരിക്കാൻ കൂടി പറ്റിയില്ല. അവരുടെ പേര് പോലും പെട്ടെന്നങ്ങ് മറന്നു. ഗായത്രിയുടെ വാക്കുകളിൽ ദുഃഖം കലർന്നിരുന്നു. അത് സാരമില്ല എന്റെ അപ്പച്ചി, ഭൂമി ഉരുണ്ടതല്ലേ, ഇനി എവിടെയെങ്കിലും വെച്ച് കാണൂന്നേ. അച്ചുവിന്റെ വാക്കുകളിൽ ഗായത്രിയുടെ കണ്ണുകൾ തിളങ്ങി. അപ്പോ ഇനിയും കാണുമായിരിക്കും അല്ലേ? ഉറപ്പായും, അച്ചു പ്രതീക്ഷ നൽകി. സ്കൂട്ടി പാർക്ക് ചെയ്ത് സിറ്റൗട്ടിലേക്ക് നോക്കിയപ്പോ പതിവ് പോലെ കാത്തിരിപ്പുണ്ട് അമ്മ മഹാറാണി. ആദ്യേ, നിനക്കിന്നൊരു പ്രിയപ്പെട്ട ഗസ്റ്റ് ഉണ്ടേ. പോർച്ചിൽ മറ്റു വാഹനമൊന്നുമില്ല. ആരാണ് വന്നതെന്നറിയാനായി ആദു ഹാളിലേക്ക് വേഗത്തിൽ ഓടിക്കയറി. വല്യമ്മാവൻ സെറ്റിയിലിരുന്നുകൊണ്ട് പത്രം വായിക്കുന്ന മധ്യവയസ്കനെ കണ്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ അവൾ പൂണ്ടടക്കം പിടിച്ചു. അദ്ദേഹം അവളുടെ മൂർധാവിലായി തലോടി. വല്യമ്മാവ എപ്പോഴാ വന്നേ? അമ്മായി വന്നിട്ടുണ്ടോ? അകത്തേക്കൊന്ന് പരതി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. കണ്ടിട്ടില്ലല്ലേ? അവളെ കൂട്ടാതെ വന്നാൽ അവളെന്നെ ബാക്കി വെച്ചേക്കുവോ? എനിക്കെന്റെ ജീവനിൽ കൊതി കാണില്ലേ ആദൂട്ടാ? ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോ അമ്മായിന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പാഞ്ഞു പോയിരുന്നു ആദു.
ഗസ്റ്റ് റൂമിന്റെ തുറന്നിട്ട ജനാലയിൽ കൂടി പുറത്തേക്ക് കണ്ണുനട്ടിരിക്കുവാണ് സുഭദ്ര. ആദുന്റെ വല്യമ്മായി. ഏകദേശം 50-നും 55-നും ഇടയ്ക്ക് പ്രായം കാണും. സെറ്റ് സാരിയാണ് വേഷം. ചുരുണ്ട മുടിത്തുമ്പ് കെട്ടിയിട്ടിരിക്കുകയാണ്. ചുരുൾമുടിയുടെ ഇടയ്ക്കായി നന്ദ്യാർവട്ടവും തുളസിക്കതിരും തിരികിയിട്ടുണ്ട്. ആളൊരു അമ്പലവാസിയാണ്. ചെമ്പകമംഗലം തറവാട്ടിലെ പരേതനായ ദിവാകരനും ഭാര്യ സരോജിനിക്കും 3 മക്കളാണ്. നന്ദഗോപൻ, വാസുദേവൻ, പിന്നെ സീത. ആദുവിന്റെ അമ്മ സീതയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് ആഗതൻ. ഒരു റിട്ടയർഡ് സ്കൂൾ മാഷാണ് അദ്ദേഹം. ഇപ്പോൾ തറവാട്ട് വകയായുള്ള കൃഷിസ്ഥലങ്ങളിൽ കൃഷികളൊക്കെ ചെയ്ത് റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സുഭദ്ര. ആളൊരു വീട്ടമ്മയാണ്. അവരുടെ വിവാഹം കഴിഞ്ഞ് 32 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവർക്കായിട്ടൊരു കുഞ്ഞിനെ ദൈവം ഇതുവരെ നൽകി അനുഗ്രഹിച്ചില്ല. ആദുവിന്റെ അമ്മ സീതയ്ക്ക് മറ്റൊരു ജ്യേഷ്ഠൻ കൂടിയുണ്ട്, വാസുദേവൻ. മുംബൈയിൽ ചെറിയ പ്രായത്തിൽ ജോലി കിട്ടിപ്പോയ അദ്ദേഹം അന്യമതസ്ഥയായ ഒരു മഹാരാഷ്ട്ര യുവതിയുമായി പ്രണയത്തിലായി. സീതയുടെ വീട്ടുകാർക്ക് അന്ന് ആ ബന്ധം അംഗീകരിക്കാനുള്ള പക്വതയുണ്ടായില്ല. പിന്നീട് വാസുദേവനും അവരെ തേടി എത്തിയില്ല. നാളുകൾക്കിപ്പുറം ഒരുപാട് അന്വേഷണങ്ങൾ നന്ദഗോപനും വിശ്വനാഥനും ഒക്കെ നടത്തിയെങ്കിലും അവർ മറ്റേതോ സംസ്ഥാനത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയെന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. വിവരസാങ്കേതിക വിദ്യകൾ വേണ്ടത്ര പുരോഗതി പ്രാപിക്കാത്ത ആ സമയത്ത് അങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചില്ല. നിലവിൽ ചെമ്പകമംഗലത്തെ ഏക അനന്തരാവകാശിയാണ് ആദു. വിശ്വനാഥനും സീതയ്ക്കും വിവാഹം കഴിഞ്ഞ് 5 വർഷത്തെ നേർച്ചകൾക്കും കാഴ്ചകൾക്കും ശേഷം ലഭിച്ച സൗഭാഗ്യം. ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ ബലം. അവളുടെ കണ്ണെന്ന് നിറയാൻ പോലും അവളുടെ പ്രിയപ്പെട്ടവർ സമ്മതിക്കില്ല. അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണ് അവൾ അവർക്ക്. അമ്മായി, മുത്തശ്ശി എന്തേ കൊണ്ടുവരാഞ്ഞത്? എന്നോട് പിണക്കാകൂലേ? ക്ലാസ്സൊക്കെ തുടങ്ങിയത് പിന്നെ തറവാട്ടിലേക്ക് വരാൻ സമയം കിട്ടിയിട്ടില്ല. സുഭദ്രയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് പറയുമ്പോ അവരുടെ കൈവിരലുകൾ അവളുടെ മുടിയിഴകളെ തഴുകുന്നുണ്ടായിരുന്നു. അത്രമേൽ സ്നേഹത്തോടെ. മുത്തശ്ശിക്ക് ദൂരയാത്രയൊന്നും പറ്റില്ല കുട്ടിയെ. പിന്നെ നമ്മുടെ പുഞ്ചയിൽ കീടത്തിന് മരുന്നടിയൊക്കെ നടക്കുവാ. എല്ലാരും കൂടെ പോയാ ഇവിടെ പാരാ എന്നൊരു ചോദ്യം എന്നോട് വരണുണ്ടോ എന്ന് ചോദിച്ചപ്പോ പിന്നെ ബാലമാമയും ലീല ചേച്ചിയും ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് എന്റെ കുട്ടിയെ കാണാൻ ഞങ്ങൾ ഓടി ഇങ്ങോട്ട് വന്നത്. എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്? സുഭദ്ര പറഞ്ഞു നിർത്തി. സോറി വല്യമ്മായി, സമയം കിട്ടാഞ്ഞിട്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കെങ്കിലും ഓടി വരില്ലേ എന്റെ വല്യമാമയും അമ്മായിയേയും അമ്മേനെയും ബാലമാമയും ഒക്കെ കാണാന്. പിന്നെ സരോജിനി അമ്മ. അമ്മായിമ്മപ്പോരൊക്കെ എടുക്കാൻ വന്നാ പറഞ്ഞാ മതി. ക്ലാസ് കളഞ്ഞിട്ടാണെങ്കിലും ഓൺ ദി സ്പോട്ട് ഞാൻ അവിടെ എത്തും. എന്നിട്ട് നമുക്കൊരു വടിയെടുത്ത് സരോജിനി അമ്മയെ ഒന്ന് ഭയപ്പെടുത്താം. എന്റെ അമ്മായിയോട് പോരെടുക്കുമോന്ന് ചോദിച്ചേ. ഇങ്ങനുണ്ട് എന്റെ ഐഡിയ. സുഭദ്രയോട് ഒരു കണ്ണടച്ചവൾ കുസൃതിയോടെ പറഞ്ഞു. അമ്മായിയുടെ കയ്യിൽ തൂങ്ങി അമ്മാവന്റെ അടുത്തേക്ക് ചെന്നപ്പോ അദ്ദേഹം അവളെ അടുത്തേക്ക് വിളിച്ചു. അപ്പോഴേക്കും ചായയും പലഹാരങ്ങളുമായി സീത അവിടേക്ക് എത്തിയിരുന്നു. അല്ല, അമ്മായി അമ്മാവനൊക്കെ എങ്ങനെയാ വന്നേ? കാറ് കണ്ടില്ലാലോ. അപ്പോഴാണ് ആദ്യം അത് ഓർത്തത്. കാറിന്റെ ക്ലച്ച് എന്തോ കത്തിപ്പോയി. ജയൻ ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും ജയൻ വന്നിരുന്നു. പിന്നീട് ചായ കുടിയും വർത്താനങ്ങളും ഒക്കെയായി അവരുടെ സമയവും കടന്നുപോയി. സെമിനാർ കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി വന്നതാണ് ധ്രുവി. ഒന്ന് ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്നിട്ട് വേണം അച്ചുവിനെ ഇവിടേക്ക് വരാൻ. ഇനിയിപ്പോ സാറ്റർഡേ സൺഡേ 2 ദിവസം ക്ലാസ് ഇല്ല. അത് നന്നായി. കുട്ടികളുടെ ക്ലാസ് നഷ്ടമാകത്തില്ലല്ലോ. ഓരോന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ ജോലികൾ ഓരോന്നായി ധൃതിയിൽ പൂർത്തിയാക്കി. ബാത്റൂം ടവൽ എടുത്തുകൊണ്ട് കുളിച്ചിറങ്ങി ഷർട്ടിനായി പരതിയതും അടുക്കി വെച്ചിരുന്ന ഷർട്ടുകൾ താഴേക്ക് പതിച്ചു. അവയിലൊന്നിലായി അവന്റെ കണ്ണുകൾ ഉടക്കി. ആ വൈറ്റ് ഷർട്ടിൽ അതിലെ സിന്ദൂരം ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അവന്റെ മനസ്സിലേക്ക് ആദുവിന്റെ മുഖം തെളിഞ്ഞു വന്നു. തുടരും.